യൂണിഫോം വിവാദം. കേരളം വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നതി പൂണ്ടു നിൽക്കുന്നത് ചില ആട്ടിൻതോളനിഞ്ഞ ചെന്നായ്ക്കൾക്ക് നോക്കി നിൽക്കാൻ ആകുന്നില്ല. പ്രത്യേകിച്ചും ജാതി മതദേശ വേഷ വ്യത്യാസങ്ങൾ ഇല്ലാതെ എല്ലാവരും ഒത്തൊരുമയിൽ കഴിയുന്ന ഗുരുകുലം, അതായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏത് സംസ്ഥാനത്ത് നിന്നു വന്ന വിദ്യാർത്ഥികളെയും ഉൾക്കൊള്ളാൻ ഉതകുന്ന മനസ്സുള്ള കുട്ടികൾ, ഇതാണ് കേരളത്തെ മറ്റു സംസ്ഥാനങ്ങളിൽ ഉടലെടുത്ത വർഗീയ ചുവകളിൽ നിന്ന് മാറ്റിനിർത്തുന്ന ഘടകം. ഇവിടെ തട്ടമിട്ട് മുസ്ലിമും പൂനൂൽ ധരിച്ച നായരും ഈഴവരും പാണരും പറയരും കൊല്ലനും ഉത്തരേന്ത്യയിൽ നിന്ന് എത്തിയ അതിഥി തൊഴിലാളികളുടെ മക്കളും ഒരേ സ്കൂൾ അങ്കണത്തിൽ അവരവരുടെ കൾച്ചറോട് കൂടെ ഒരേ സ്ഥാപനത്തിൽ വിദ്യ നുകരുന്നത് കൊണ്ടുതന്നെ അവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ എല്ലാം കൂട്ടുകാരാണ്. അവർ പരസ്പര സഹായ സഹകരണം പഠിക്കുന്നതും അത് പ്രാവർത്തികമാക്കുന്നതും സ്നേഹസംഭാഷണങ്ങൾ നടത്തുന്നതും സ്കൂൾ അങ്കണത്തിൽ വെച്ചാണ്. ഈ രീതിയിൽ നമ്മുടെ കുട്ടികൾ വളർന്നാൽ ഒരിക്കലും കേരളക്കരയിൽ വർഗീയത ക്ലച്ച് പിടിക്കുകയില്ല എന്ന് മനസ്സിലാക്കിയ കുടില ചിന്തകൾ ഉള്ളോർ സ്നേഹവും സാഹോദര്യവും ഉത്പാദിപ്പിക്കുന്ന നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ കുഞ്ഞാടുകളെ മേയ്ക്കാൻ വൈരാഗ്യവും വെറുപ്പും കടിച്ചു കീറാനുള്ള മനസ്സുള്ള ചെന്നായ് കൂട്ടത്തെ സമാധാനത്തിന്റെ പ്രതീകങ്ങളായ വെള്ളരിപ്രാവുകളുടെ തുകലനീച്ചു നിർത്തിയിരിക്കുന്നതാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയത്തിൽ രാഷ്ട്രീയ ഇടപെടലുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ SDP പോലെയുള്ളവർ അവസരം മുതലെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗ് ഈ വിഷയത്തിൽ ഇടപെടാൻ വൈകിയതിൽ അതിശയം ഒന്നുമില്ല. പേരിൽ തന്നെ മുസ്ലിം എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് മുസ്ലിങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെടുന്നതിൽ അവരെ മതേതര പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുമോ എന്ന ഭയം പിടിച്ചുൽക്കുന്നുണ്ടാകാം. വർഗീയതയുടെ പേർ ചാർത്തിക്കിട്ടിയാൽ അത് വരുന്ന ഇലക്ഷനിൽ നിഴലിക്കുമോ എന്ന ഭയവുമാകാം. അവരുടെ പ്രധാനപ്പെട്ട വോട്ട് ബാങ്ക് ആയ സുന്നികളിലെ SK വിഭാഗവുമായി നല്ലൊരു രീതിയിലുള്ള കണക്ഷൻ നഷ്ടപ്പെട്ടതും കോൺഗ്രസിലെ ഉന്നത സ്ഥാനങ്ങൾ ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങൾക്ക് തടസ്സമാകുമെന്ന് കരുതിയുമായിരിക്കാം അവർ പഠിക്കാനായി ഇത്രയും സമയം എടുത്തത്. എന്തായാലും മുസ്ലിം എന്ന പേരും വെച്ച് വോട്ട് പിടിച്ചു വിജയിച്ചെത്തിയവർ വിഷയത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ വിഷയം വ്യക്തമായി പഠിക്കുകയും അതിന് പക്വമായ പരിഹാരം കണ്ടെത്തുകയും ചെയ്തിരിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അനിഷേധ്യനായ വിദ്യാഭ്യാസ മന്ത്രി വി. ശിവൻകുട്ടി പ്രശ്നം ഉടലെടുത്ത ഉടനെ തന്നെ ഈ റിപ്പോർട്ട് തേടുകയും തദടിസ്ഥാനത്തിൽ ഈയൊരു സ്കൂളിനല്ല കേരളത്തിലെ മുഴുവൻ സ്കൂളുകളും പാലിക്കേണ്ട നിർദ്ദേശമാണ് അദ്ദേഹം നൽകിയത്. കേരളത്തിൽ ഇനിയൊരു സ്കൂളിലും ഒരു വിദ്യാർത്ഥിക്ക് നേരെയും ഇത്തരം അതിക്രമങ്ങൾ അനുവദിക്കില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. അദ്ദേഹത്തിന്റെ ഇടപെടൽ വിഷയത്തെ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിച്ചവർക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയത് എന്ന വിഷയം രാജ്യത്തെ ഏതൊരു പൗരനും സമ്മതിച്ചു നൽകാൻ ബാധ്യസ്ഥരാണ്. കുരുന്നു ഹൃദയങ്ങളിൽ സഹമതസ്ഥരുടെ ചിഹ്നങ്ങളെയും വസ്ത്രധാരണത്തെയും ഭയപ്പെടുത്തുന്നതായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതും ഞങ്ങൾ തീരുമാനിച്ചതെല്ലാം കേരളക്കരയിൽ നടത്തും, അതിന് ഞങ്ങളുടെ സ്ഥാപനത്തിന് അവകാശമുണ്ട് എന്ന ആത്മവിശ്വാസത്തിൽ സർക്കാരിനെ വരെ വെല്ലുവിളിക്കുകയും സർക്കാർ ഇടപെടേണ്ടതില്ല എന്ന് ആക്രോശിക്കുകയും വിദ്യാഭ്യാസ ഡയറക്ടർമാരുടെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിന് പകരം നേരിട്ട് കോടതിയെ സമീപിക്കുക, മീഡിയ കവറേജ് നേടിയെടുക്കുക എന്ന നിലപാട് നിഗൂഢമായ തീരുമാനങ്ങളുടെ പ്രതിഫലനമാണ്. സ്നേഹിക്കാനും കരുണ കാണിക്കാനും മറ്റുള്ളവന്റെ വേദനകളെ മനസ്സിലാക്കാനും മാത്രം അറിയുന്ന നമ്മുടെ കുഞ്ഞാടുകളിലെ നല്ല ഹൃദയങ്ങളെയും മനസ്സുകളെയും സഹവർത്തിത്വത്തെയും കൊന്നു തിന്നുന്ന ചെന്നായ മനസ്കരെ നേതൃസ്ഥാനത്തിരുത്തിയാൽ ആ സ്കൂളിൽ നിന്ന് പഠിച്ചിങ്ങുന്ന ഒരു കുട്ടിയും നാമെല്ലാവരും സഹോദരന്മാരായ ഇന്ത്യക്കാരാണെന്ന് പറയുകയില്ല. മറിച്ച് തന്റെ സഹപാഠിയോടുള്ള വെറുപ്പും വിദ്വേഷവും കാരണം അവനെ പൊതുമധ്യേ അവഹേളിക്കാനും ആക്രമിക്കാനും തരംതാഴ്ത്താനുമുള്ള കാട്ടാള മനസ്സുമായാണ് അവർ വളരുക. കേരള സമൂഹമേ തിരിച്ചറിയുക. ഇത്തരം ചെന്നായ്ക്കളെ തൊലിയുരിഞ്ഞു പുറത്തുകൊണ്ടുവന്ന ചരിത്രമുള്ള നമുക്ക് ഇവിടെയും തളരാതെ നിൽക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. തെറ്റ് കണ്ടാൽ ഉടൻ തിരുത്തുന്ന വിദ്യാഭ്യാസ മന്ത്രിയെ പോലുള്ള നേതാക്കന്മാർ ഇനിയും ഉണ്ടാവട്ടെ. അതിലൂടെ നമ്മുടെ കുരുന്നുകൾക്ക് നല്ലൊരു ഭാവിയെ നമുക്ക് സംഭാവന നൽകാം.